നമസ്കാരം. ACV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. LDF സർക്കാരിനെതിരെ കുറ്റപത്രവുമായി മോചനയാത്ര നയിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് ഹരിപ്പാട് വൻ വരവേൽപ്പ്. ആയിരങ്ങൾ പങ്കെടുത്ത റാലിയും സമ്മേളനവും. കരുവാറ്റ പുറക്കാട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന 2 പാലങ്ങളിലൂടെയും യാത്ര അസാധ്യമാകുന്നു. ഒരു നൂറ്റാണ്ടിന്റെ പൌരാണികത്വം പേർന്ന ചീപ്പ് പാലം ജീർണിച്ച് അപകടകരവും. നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം പുതിയ പാലം ഏറെക്കുറെ ഉപയോഗശൂന്യവുമാകുന്നു. വാനമ്പാടി KS ചിത്രയെ ആദരിക്കുവാനായി ACV സംഗീത സംഗമം സംഘടിപ്പിക്കുന്നു. ഞാൻ രാജാജി. വാർത്തകൾ വിശദമായി. LDF സർക്കാരിനെതിരെ കുറ്റപത്രവുമായി കേരള മോചനയാത്ര നയിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് വൻ വരവേൽപ്പ്. ആയിരങ്ങൾ പങ്കെടുത്ത റാലിയും സമ്മേളനവും ഹരിപ്പാട്ട് നടന്നു. ഉമ്മൻചാണ്ടി നയിച്ച മോചനയാത്ര വൈകിട്ട് 4 മണിയോടെ ഹരിപ്പാട്ട് എത്തിച്ചേർന്നു. ഹരിപ്പാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് കേരള മോചനയാത്രയ്ക്ക് നൽകിയത്. ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയെ ബാൻഡ് മേളത്തിന്റെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടെ 100 കണക്കിന് പ്രവർത്തകരും നേതാക്കന്മാരും വേദിയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് B. ബാബു പ്രസാദ് MLA യുടെ അധ്യക്ഷതയിൽ നടന്ന സ്വീകരണ സമ്മേളനം KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി, കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നാളത്തെ കേരളം എന്താകണമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിനാണ് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത്. ആ പോരാട്ടത്തിൽ കോൺഗ്രസുമല്ല UDF-ലെ ഘടകകക്ഷികൾ മാത്രമല്ല, ജനങ്ങൾ ഒറ്റക്കെട്ടായി എഴുന്നേൽക്കുന്നു. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. നാളെ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ 4.5 വർഷക്കാലത്തെ ഇടതു മുന്നണി ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായി കരുത്തുള്ളൊരു ഭരണം, ഒരു പുതിയ കേരളം, ജനങ്ങളുടെ പ്രതീക്ഷകളെ പൂവണിയിക്കാൻ കഴിയുന്ന ഒരു മെച്ചപ്പെട്ട ഭരണം പ്രദാനം ചെയ്യാൻ UDF-ന് കഴിയുമെന്നുള്ള വാഗ്ദാനവുമായിട്ടാണ് UDF-ന്റെ നേതൃത്വത്തിൽ, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഈ ജാഥ തിരുവനന്തപുരത്തേക്ക് നടന്നു നീങ്ങുന്നത്. പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി മറുപടി പ്രസംഗം നടത്തി. ഇടതുമുന്നണി ഗവൺമെന്റിനോടുള്ള ജനങ്ങൾക്കുള്ള എതിർപ്പ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഹങ്കാരത്തിനും ധിക്കാരത്തിനുമെതിരെയുള്ള ശക്തമായ വികാരം, ഇതാണ് ഞങ്ങൾക്ക് ജാഥയിലുടനീളം കാണാൻ സാധിച്ചത്. കേരളത്തിലെ ജനങ്ങൾ ഒരധികാരമാറ്റം മാത്രമല്ല ആഗ്രഹിക്കുന്നത്. സമ്മേളനത്തിൽ കേന്ദ്ര സഹമന്ത്രി KC വേണുഗോപാൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ, മുൻ MP KS മനോജ് എന്നിവർ പങ്കെടുത്തു. കരുവാറ്റ പുറക്കാട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന 2 പാലങ്ങളിലൂടെയും യാത്ര അസാധ്യമാകുന്നു. ഒരു നൂറ്റാണ്ടിന്റെ പൌരാണികത്വം പേർന്ന ചീപ്പ് പാലം ജീർണിച്ച് അപകടകരവും. നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം പുതിയ പാലം ഏറെക്കുറെ ഉപയോഗശൂന്യവുമാകുന്നു. കരുവാറ്റ പുറക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ 2 പാലങ്ങളും തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നവയാണ്. സ്ത്രീകൾ, കുട്ടികൾ, വിദ്യാർത്ഥികൾ, കച്ചവടക്കാർ തുടങ്ങി ഈ ദേശവാസികളുടെ ഏക ആശ്രയവും പ്രധാന യാത്രാമാർഗവുമാണ് ഈ പാലങ്ങൾ. പഴമയും രാജകീയ ശോഭയും ബ്രിട്ടീഷ് നിർമ്മാണ വിദ്യയുടെ മാസ്മരികതയും പ്രോജ്വലിപ്പിക്കുന്നതാണ് മലയാള വർഷം 1092 അഥവാ 1917 നിർമ്മിച്ച ഇവയിൽ ആദ്യത്തെ ചീപ്പ് പാലം. കാലക്രമത്തിൽ ഈ ചീപ്പ് പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ VM സുധീരൻ MPയുടെ ഫണ്ട് വിനിയോഗിച്ച് സമാന്തരമായി മറ്റൊരു പുതിയ പാലം നിർമ്മിച്ചു. എന്നാൽ തികച്ചും അശാസ്ത്രീയമായ നിർമ്മാണ രീതി ഇതുവഴിയുള്ള യാത്രയും അപ്രായോഗികമാക്കുകയാണ്. കൈക്കുഞ്ഞുങ്ങളെയും പേറി പാലത്തിലൂടെ നടന്നു നീങ്ങുന്ന അമ്മമാരുടെ ദയനീയ ദൃശ്യമാണിത്. സർക്കസ് വിദ്യയിലെ ട്രപ്പീസ് കളിക്കാരന്റെ മെയ്വഴക്കവും പാടവവും തന്നെ വേണം ചീപ്പ് പാലത്തിന്റെ മറുകര കടക്കുവാൻ. ഇവരെ കൂടാതെ വൃദ്ധന്മാർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം മറുകര കടക്കുവാൻ ചീപ്പ് പാലം തന്നെ ശരണം. ദ്രുതഗതിയിൽ മറുകര കടക്കുവാനുള്ള അതിമോഹമോ തിടുക്കമോ ആണ് ഇവർക്കെന്ന് കരുതിയാൽ തെറ്റി. അപ്പുറമെത്തുവാൻ മറ്റൊരു നിർവാഹവുമില്ല എന്നതിനാലാണ് ഇത് എന്നതാണ് യാഥാർത്ഥ്യം. മുകൾ തട്ടിൽ പാകിയിരിക്കുന്ന ഇരുമ്പ് തകടുകൾ ജീർണിച്ച് ഏതു നിമിഷവും നിവദിക്കാവുന്ന നിലയിലാണ് ചീപ്പ് പാലം ഇപ്പോൾ. മുകൾ തട്ടിനെ താങ്ങി നിർത്തുന്ന ഇരുമ്പ് ചട്ടക്കൂടുകൾക്കും സാരമായ തകരാറുകളുണ്ട്.
സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഈ ഞാനിന്മേൽ കളിക്ക് പരിഹാരമെന്നോണമാണ് VM സുധീരൻ എംപിയുടെ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് സമാന്തരമായി ഒരു പുതിയ പാലം നിർമ്മിച്ചത്. ഇതിനെ ബന്ധിപ്പിക്കുന്ന ഗോവേണി പാലത്തിന്റെ നിർമ്മാണവും സഞ്ചാരയോഗ്യമല്ലാത്ത വിധത്തിൽ തികച്ചും അശാസ്ത്രീയവും അപ്രായോഗികവുമായിരുന്നു. ആകാശഗോപുരം പോലെ കുത്തനെ ഉയർന്നു നിൽക്കുന്ന നിലയിലാണ് ഗോവേണി പാലത്തിന്റെ പടവുകൾ. ഇതൊരുപക്ഷെ വാന നിരീക്ഷണത്തിന് സഹായകരമാകുമെങ്കിലും സാധാരണ ജനത്തിന് കരിമല കയറ്റത്തേക്കാൾ ശ്രമകരമാണ്. കുട്ടികൾക്കും വൃദ്ധന്മാർക്കും സ്ത്രീകൾക്കുമൊന്നും ഈ പടവുകൾ കടന്നുപോകുവാൻ കഴിയില്ല എങ്കിൽ പിന്നെ ആർക്കുവേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്? അതിനാൽ തന്നെ പുതിയ പാലവും സഞ്ചാരയോഗ്യമല്ലാതാകുന്നു. ഗതകാല പ്രൌഢിയുണർത്തുന്ന ചീപ്പ് പാലം അതിന്റെ എല്ലാ ആഠ്യത്വത്തോടും കൂടി നവീകരിച്ച് നിർമ്മിക്കുക എന്ന ഇവരുടെ ന്യായമായ ആവശ്യത്തിന് ഇവിടെ പ്രസക്തിയേറുന്നു. ജനങ്ങൾ ഇപ്പോഴും ഇത് ഇടിച്ചു പൊളിച്ച് ഞാൻ ഇട്ടേക്കുന്നെങ്കിൽ ഇപ്പോഴും ഇതിലേക്കൂടെയാണ് കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 40 വയസ്സിന് മേലോട്ടുള്ളവർക്ക് മറ്റേ പാലത്തെ കയറി യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. 40 വയസ്സിന് മേലോട്ടുള്ളവർക്കെന്ന് പറഞ്ഞാൽ കാൽമുട്ടിന് ചൂന് അല്ല അതിന്റെ പണി ചെയ്തു വെച്ചേക്കുന്നത്. അവര് ദേശീയപാതക്കാരെങ്ങനെങ്കിലും ഒരു പാലം പണിയുക എന്ന് മാത്രമാണ് എന്റെ ഉദ്ദേശം ചെയ്തത്. ഇതിന് വീണ്ടും ഈ പാലം തന്നെ പണിഞ്ഞ് യാത്രാ സൌകര്യത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. തേക്കിൻ തടികൾ നെടുകയും കുറുകയും പാകിയുള്ള മുകൾ തട്ടിന്റെ നിർമ്മാണം വാസ്തുവിദ്യയുടെ ഉത്തമ ദൃഷ്ടാന്തവുമായിരുന്നു. കാലക്രമത്തിൽ തേക്കിൻ തടികൾ ഇരുമ്പ് തകിടുകൾക്ക് വഴിമാറി. ചീപ്പ് പാലത്തിന്റെ ഷട്ടറുകളും തേക്കിൻ തടിയിലായിരുന്നു തീർത്തിരുന്നത്. ഇന്ന് അന്യം നിൽക്കുന്ന ഒരു നിർമ്മാണ വിദ്യ ഉപയോഗിച്ചാണ് പാലത്തിന്റെ തൂണുകൾ പണിതിരിക്കുന്നത്. കോൺക്രീറ്റിന് പകരം ജലപ്പരപ്പിനടിയിൽ നിന്നും പാറകൾ പാകി ജലവിധാനത്തിന്റെ നിരപ്പ് വരെ കെട്ടി ഉയർത്തുകയും പാറയ്ക്ക് മുകളിലായി ഇഷ്ടികയും മറ്റ് നിർമ്മാണ മിശ്രിതങ്ങളും അസംസ്കൃത വസ്തുക്കളും ചേർത്ത് തൂണുകൾ നിർമ്മിച്ചിരിക്കുകയുമായിരുന്നു. പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പുരാവസ്തു വകുപ്പിന്റെ സത്വര ശ്രദ്ധ പതിക്കേണ്ട ഒരു സ്മാരകമാണിത്. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി തേക്കിൻ തടി കൊണ്ടുള്ള ഷട്ടറുകളും തൂണിന്റെ കുറച്ച് ഭാഗങ്ങളും പൊളിച്ചു കളഞ്ഞൊഴിച്ചാൽ ഇതിന്റെ അടിത്തറ ശക്തവും ഈടിറ്റതുമാണ്. തൃക്കുന്നപ്പുഴയിലേക്ക് ചീപ്പ് പാലം മാറ്റിയതാണ് ഇതിന്റെ ദുർഗതിക്ക് നിദാനമായ ആദ്യ സംഭവം. മുകൾ ഭാഗം ഏതാണ്ട് പൂർണ്ണമായി തകർന്നുവെങ്കിലും ശക്തവും ഈടിറ്റതുമായ അടിത്തറയുള്ള പഴയ ചീപ്പ് പാലം നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ഒറ്റക്കെട്ടായ ആവശ്യം. കേരള മോചനയാത്രയെ വരവേൽക്കാൻ യൂത്ത് കോൺഗ്രസ് മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. കേരള മോചനയാത്രയെ വരവേൽക്കുവാൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാവേലിക്കര നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PB അബു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കല്ലുമല രാജൻ, അഡ്വക്കേറ്റ് KR മുരളീധരൻ, സക്കീർ ഹുസൈൻ, അഭിലാഷ് തൂമ്പിനാത്ത്, ബിബിൻ മാത്യു, അരുൺ വാഴുവേലിൽ, ബൈജു C, അനി വർഗീസ്, രോഹിത് രാജ്, സഞ്ജീവ്, മീന സുനിൽ, K ഗോപൻ എന്നിവർ നേതൃത്വം നൽകി. കായംകുളത്ത് കാർ നന്നാക്കിയ കൂലിയെ ചൊല്ലി സംഘടനത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഇവരെ കായംകുളം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് MSM കോളേജ് ജംഗ്ഷനിലാണ് സംഭവം. കാർ നന്നാക്കിയതിന് കൂടുതൽ കൂലി വാങ്ങിയെന്നാരോപിച്ചുണ്ടായ വാക്കുതർക്കമാണ് സംഘടനത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഇവരെ കായംകുളം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കായംകുളം കൂട്ടങ്കൽ സലാം, മണ്ണശ്ശേരി തറയിൽ അനീഫ്, മുഹമ്മദ് അഫ്സൽ, ഹക്കീം എന്നിവർക്കാണ് പരിക്കേറ്റത്. 20ഓളം വരുന്ന സംഘമാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് ഇവർ പറഞ്ഞു. റെന്റിനെടുത്തിട്ട് ഓട്ടം കഴിഞ്ഞ് തിരിച്ച് കൊടുക്കാനായിട്ട് വരുന്ന വഴിക്ക് പിന്നെ തർക്കയിൽ വീണ് ഇഞ്ചം പൊട്ടിയെന്നും പറഞ്ഞ് ഇഞ്ചം പൊട്ടിയത് നന്നാക്കി കൊടുക്കുന്ന ഓച്ചറെ ഒരു വർഷത്തിൽ കൊണ്ട് കയറ്റി 13,000 രൂപ കൊടുത്താണ്. അപ്പം ഇവിടുന്ന് സുധീറെന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ പോകുന്നത്. അവന് പോയിട്ട് അവന്റെ ഒരു സുഹൃത്തുക്കളുടെ വർക്ക്ഷോപ്പുണ്ട്. ആ വർക്ക്ഷോപ്പിലേക്ക് ഈ വണ്ടി കെട്ടിപിടിച്ച് കൊണ്ടുവന്നിട്ട് ഈ വീട്ടുകാരെ വിളിച്ച് 45,000 രൂപ വേണം, 45,000 രൂപ എന്നില്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ പഠനം മുടക്കും, അവരെ കുത്തുമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പിടിച്ചപ്പോൾ കായംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 2010 മികച്ച സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡിന് കാർത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഗാർഡ് സന്തോഷ് കുമാർ അർഹനായി. ജില്ലയിൽ ആദ്യമായാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ മികച്ച സേവനത്തിനുള്ള അവാർഡിന് അർഹനാകുന്നത്. വള്ളികുന്നം മീനത്ത് ഹരിനന്ദനത്തിൽ സന്തോഷ് കുമാർ 2002 ജനുവരിയിലാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ സേവനം ആരംഭിക്കുന്നത്. കുട്ടനാട് റേഞ്ച് ഓഫീസിൽ സർവീസ് ആരംഭിച്ച ഇദ്ദേഹം ഇപ്പോൾ കാർത്തിപ്പള്ളി റേഞ്ച് ഓഫീസിൽ എക്സൈസ് ഗാർഡാണ്. സർവീസിന്റെ 8ാം വർഷത്തിലാണ് മികച്ച സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡ് ഇദ്ദേഹത്തിന് തേടിയെത്തുന്നത്. കുട്ടനാട് റേഞ്ച് ഓഫീസിൽ എക്സൈസ് ഗാർഡായിരിക്കെ മദ്യമാഫിയ സംഘത്തിന്റെ ആക്രമണത്തിൽ നിന്ന് CAയെ രക്ഷിക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തിന്റെ 2 കൈയിലും വെട്ടേറ്റിരുന്നു. തുടർന്ന് ആലപ്പുഴ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ 3 വർഷം ചികിത്സയിലായിരുന്നു ഇദ്ദേഹം.
സ്വന്തം ജീവൻ അവഗണിച്ച് മേലുദ്യോഗസ്ഥന്റെ ജീവൻ രക്ഷിച്ചു. കരിയിലക്കുളങ്ങരയിൽ 12,000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. ജില്ലയുടെ തെക്കൻ മേഖലയായ കായംകുളം, മാവേലിക്കര, കാർത്തിപ്പള്ളി റേഞ്ച് ഓഫീസുകളിൽ കെട്ടിക്കിടന്ന 1000-ഓളം കേസുകൾക്ക് ചാർജ് ഷീറ്റ് തയ്യാറാക്കുവാൻ പ്രധാന പങ്കുവഹിച്ചു. തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് മികച്ച സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡിന് സന്തോഷ് കുമാറിനെ അർഹനാക്കിയത്. എനിക്ക് അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ കുറെ വർഷം കൊണ്ട് ഉള്ള പ്രവർത്തനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും മികച്ച എക്സൈസുകാരനുള്ള അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. അതിന് എനിക്ക് നമ്മുടെ ജില്ലയിൽ ആദ്യമായിട്ടാണ് വന്നിട്ട് അതിനുള്ള ഒരു സന്തോഷം. ജോലിയിൽ കൃത്യത പാലിക്കുന്ന ഈ 42-കാരൻ ഒരു കലാകാരൻ കൂടിയാണ്. സംസ്ഥാന എക്സൈസ് കലാമേളയിലെ സ്ഥിരം ജേതാവാണ് ഇദ്ദേഹം. സന്തോഷ് കുമാറിനെക്കുറിച്ച് സഹപ്രവർത്തകർക്കും മതിപ്പാണുള്ളത്. കാർത്തിപ്പള്ളി റേഞ്ച് എക്സൈസ് എസ്ഐ അശോക് കുമാർ. ശ്രീ സന്തോഷ് കുമാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയേറെ അർപ്പണ മനോഭാവത്തോടുകൂടി ജോലി ചെയ്യുകയും കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിന് സഹായിക്കുകയും അതോടൊപ്പം തന്നെ കണ്ടെത്തുന്ന കുറ്റകൃത്യങ്ങളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നതിലും അതിസമർത്ഥനാണ്. അദ്ദേഹത്തിന് വളരെ അർഹിച്ച ഒരു അവാർഡ് തന്നെയാണ് ഇത് കിട്ടിയത്. ഓഗസ്റ്റ് 15-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ സന്തോഷ് കുമാറിന് അവാർഡ് സമ്മാനിക്കും. മിനിമോൾ ഭാര്യയും അശ്വതി, അഞ്ജലി, ശ്രീഹരി എന്നിവർ